നമസ്കാരം. വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. പരീക്ഷകളിൽ മിക്കപ്പോഴും കണ്ടുവരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് അനിമൽസ് ആൻഡ് യങ് വൺസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിമൽസ് ആൻഡ് യങ് വൺസുമായി ബന്ധപ്പെട്ട ടോപ്പിക്, അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് കൊണ്ട് മാത്രം ഈ പറയുന്ന ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട് എന്ന നിലയിൽ കുറച്ച് അനിമൽസും ആൻഡ് യങ് വൺസുമാണ് നമ്മൾ ഈ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഒപ്പം ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ഇപ്പം മിക്കപ്പോഴും നമ്മുടെ പരീക്ഷകളിൽ കാണാൻ കഴിയുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഈ കാഫ്, ഇതെല്ലാം ഞാൻ യങ് വൺസിൻ്റെ പേര് എഴുതിയിട്ടിരിക്കുന്നത്. കാഫ്, കബ്, ഫോൾ, കോൾട്ട്, ഫില്ലി, ചിക്ക്, പപ്പ്. ഇതിത്ര യങ് വൺസ് ആണ്. ഇതൊക്കെ എന്തിൻ്റെ യങ് വൺസ് ആണ്? കാരണം ഈ കാഫ് എന്ന് പറയുന്നത് പലതിൻ്റെ യങ് വൺസ് ആണ്. കാഫ് പല മൃഗങ്ങളുടെയും കൂടെ യങ് വണ്ണായിട്ട് എന്ത് വരും? യങ് വണ്ണിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കാഫ് എന്ന് പറയാൻ പറ്റും. ഒരു മൃഗത്തിൻ്റെ മാത്രമല്ല, പല മൃഗങ്ങളുടെയും യങ് വൺസിനെ നമുക്കെന്ത് വിളിക്കാം? കാഫ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് കബ്. കബും പല മൃഗങ്ങളുടെയും കൂടെ യങ് വൺസിൻ്റെ പൊതുവായിട്ടുള്ള പേരാണെന്ന് കബ്. അതേപോലെയാണ് ഫോൾ, കോൾട്ട്, ഫില്ലി, അതുപോലെയാണ് ചിക്ക്, അതുപോലെയാണ് പപ്പ്. അത് ഏതിൻ്റെയൊക്കെയാണെന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പമാണ് അല്ലേ? ഇപ്പം ഈ കാഫ് പലരും കാറ്റിൽ, അതുപോലെ തന്നെ കൗ, ഇങ്ങനെയൊക്കെയുള്ള ബഫല്ലോ, ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെയാണ് കാഫ്. അത് മാത്രമാണ് കാഫ് എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ഈ കാഫ് എന്ന് പറയുന്നത് പല മൃഗങ്ങളുടെ യങ് വൺസിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് കാഫ്. അത് ഏതൊക്കെ മൃഗങ്ങളാണ്, ഏതൊക്കെ ജീവികളാണ് എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത്രയും പഠിച്ചു വെച്ചാൽ നമുക്ക് ആ മൃഗങ്ങളുടെ പേരെല്ലാം നമുക്ക് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിക്കാൻ നമുക്ക് എന്ത് എഴുതാം? കാഫ് എന്ന് ഓപ്ഷനിൽ കണ്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. അതായത് ആൻറ്റ്ലോപ്പ്, ബഫല്ലോ അല്ലേ? ആൻറ്റ്ലോപ്പ്, ബഫല്ലോ, ബേർഡ്, ക്യാമൽ, കാറ്റിൽ, കൗ, ഡിയർ, എലിഫന്റ്, ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്, ഓക്സ്, റിനോസേഴ്സ്, സീൽ, വേൽ, യാക്ക്. ഈ പറയുന്ന എല്ലാത്തിൻ്റെയും യങ് വൺസിനെ പൊതുവായി വിളിക്കുന്ന പേരാണ് എന്തോന്ന്? കാഫ് എന്ന് പറയും. അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാത്തിൻ്റെ യങ് വൺസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കാഫ് എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ ഇതിനെ പ്രത്യേകം അങ്ങോട്ട് ഷഫിൾ ചെയ്ത് കിടക്കുന്ന സംഭവങ്ങൾ നമ്മൾ റാങ്ക് ഫയലിലോ അങ്ങനെയുള്ള മറ്റുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഷഫിൾ ചെയ്തായിരിക്കും കിടക്കുന്നത്. പലയിടത്തായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിടത്ത് അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇത് നേരത്തെ ഞാൻ പഠിച്ചത് തന്നെയാണല്ലോ, ഈ മൃഗത്തിനും ഇത് തന്നെയാണോ യങ് വൺസ് ആയിട്ട് വരിക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരുമിച്ചങ്ങ് ആക്കിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക. ആൻറ്റ്ലോപ്പ്, ബഫല്ലോ, ബുൾ, ക്യാമൽ, കാറ്റിൽ, കൗ, ഡിയർ, എലിഫന്റ്, ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്, ഓക്സ്, റിനോസേഴ്സ്, സീൽ, വേൽ, യാക്ക്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ യങ് വൺസിൻ്റെ പേരാണ് തോന്നുന്നത് കാഫ്. ഇനി അതേപോലെയാണ് ബിയർ, ഫോക്സ്, ലെപ്പാർഡ്, ലയൺ, ഒറ്റർ, ടൈഗർ, വൂൾഫ്, ഷാർക്ക്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ യങ് വൺസിനെ മൊത്തത്തിൽ വിളിക്കാം കബ് അല്ലേ? ഈ പറയുന്ന എല്ലാത്തിൻ്റെയും യങ് വൺസിൻ്റെ പേര് എന്തുമായിരിക്കും? കബ് എന്നായിരിക്കും. ഏതിൻ്റെയൊക്കെ? ബിയർ, ഫോക്സ്, ലെപ്പാർഡ്, ലയൺ, ഒറ്റർ, ടൈഗർ, വൂൾഫ്, ഷാർക്ക്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ യങ് വൺസിൻ്റെ പേരെന്താണ്? കബ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കബ് ഏതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം? ബിയർ, ഫോക്സ്, ലെപ്പാർഡ്, ലയൺ, ഒട്ടർ, ടൈഗർ, വോൾഫ്, ഷാർക്ക്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ യങ് വൺസിൻ്റെ പേര് കബ്. ഇത് നമ്മൾ പഠിച്ചു വെക്കുക. അതേപോലെ ആസ്, ഡോങ്കി, ഹോഴ്സ്, സീബ്ര. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ യങ് വൺസിനെ നമുക്ക് മൊത്തത്തിൽ എന്തെന്ന് വിളിക്കാം? ഫോൾ എന്ന് വിളിക്കാം അല്ലേ? ഫോൾ. ഇനി ഈ ഫോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് ഉൾപ്പെടും? കോൾട്ടും പെടും, ഫില്ലിയും പെടും. കോൾട്ട് എന്ന് പറയുന്നതായിരിക്കും മെയിലായിരിക്കും, അതായത് മസ്കുലിൻ ആയിരിക്കും. ഫെമിനിൻ ആണെന്ത്? ഫില്ലി.
അല്ലേ? ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്നതാണ് ഫോൾ. നമ്മൾ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അത് ബോയ്സും വരും ഗേൾസും വരും എന്ന് പറയുന്ന പോലെ ഇവിടെ ഫോൾ. അതിൻ്റെ മെയിൽ കോമൺ ആയിട്ട് നമുക്ക് ഫോൾ എന്ന് വിളിക്കാം. അതിൻ്റെ മെയിലിനെ നമുക്ക് കോൾട്ട് എന്നും ഫീമെയിലിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫില്ലി എന്നും പറയാം. എന്തൊക്കെ? ആസ്, ഡോങ്കി, ഹോഴ്സ്, സീബ്ര, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യങ് വൺസിൻ്റെ പേര് ഫോൾ. അത് മെയിൽ ആയിട്ട് മസ്കുലിനായിട്ട് പറയുമ്പോൾ കോൾട്ട്, ഫെമിനായിട്ട് പറയുമ്പോൾ ഫില്ലി. ഇനി അടുത്തത് ബേർഡ്, ഹോക്ക്, ഹെൻ, പീകോക്ക്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ യങ് വൺസിൻ്റെ പേരാണ് തോന്നുന്നത് ചിക്ക് അല്ലേ? ഈ പറയുന്ന ബേർഡ്, ഹോക്ക്, ഹെൻ, പീകോക്ക് ഇതിൻ്റെ എല്ലാത്തിനും ഒരുമിച്ച് നമുക്ക് എന്ത് പറയാം? ചിക്ക് എന്ന് പറയാം യങ് വൺസ് ആയിട്ട്. ഇനി അടുത്തത് ബാറ്റ്, ഫോക്സ്, ഹൗണ്ട്, ഒട്ടർ, സീൽ, സ്ക്വിറൽ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ യങ് വൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം? പപ്പ് എന്ന് പറയാം. എന്തൊക്കെ? ബാറ്റ്, ഫോക്സ്, ഹൗണ്ട്, ഒട്ടർ, സീൽ, സ്ക്വിറൽ, ഇതിൻ്റെ എല്ലാത്തിനും ഒരുമിച്ച് പപ്പ് എന്ന് നമുക്ക് യങ് വൺ ആയിട്ട് പറയാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നോക്കുക, സീൽ. ഈ സീൽ എവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ സീലിന്റെ യങ് വൺസ് എന്തൊക്കെ വരാം? കാഫും വരാം, പപ്പും വരാം. മനസ്സിലാണ്ടോ? അപ്പൊ സീലിന്റെ യങ് വൺസിനെ നമുക്ക് എങ്ങനെയും വിളിക്കാം? കാഫ് എന്നും വിളിക്കാം, പപ്പെന്നും വിളിക്കാം. അതേപോലെയാണ് ഫോക്സ് അല്ലെ? ഫോക്സിന്റെ യങ് വൺസിനെ നമുക്ക് എന്ത് വിളിക്കാം? കബെന്നും വിളിക്കാം, പപ്പെന്നും വിളിക്കാം അല്ലെ? ഫോക്സിന്റെ യങ് വൺസിനെ നമുക്ക് കബെന്നും വിളിക്കാം, അതുപോലെ തന്നെ പപ്പെന്നും വിളിക്കാം. അതേപോലെയാണ് ഏത്? ഒട്ടർ അല്ലെ? ഒട്ടറിന്റെ യങ് വൺസിനെ നമുക്ക് എന്തൊക്കെ പേരിട്ട് വിളിക്കാം? കബെന്നും വിളിക്കാം, പപ്പെന്നും വിളിക്കാം. നമ്മൾ ഇതേപോലെ സോർട്ട് ചെയ്ത് ഒരുമിച്ച് കളക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും, നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. കാരണം ഇത്രയും പഠിച്ചു വെച്ചാൽ അതിൻ്റെ എല്ലാത്തിനും കൂടെ കാഫ്, ഇത്രയും പഠിച്ചു വെച്ചാൽ അതിൻ്റെ യങ് വൺസ് കബ്, ഇത്രയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര കാര്യങ്ങൾ. അത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ചിക്ക്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പപ്പ്. പിന്നെ ഈ പറയുന്ന പോലെ സീൽ ഇതിനെ രണ്ട് രീതിയിൽ വിളിക്കാം, കാഫ് എന്നും വിളിക്കാം, പപ്പെന്നും വിളിക്കാം. അതേപോലെ ഒട്ടറിൻ്റെയും കബെന്നും വിളിക്കാം, പപ്പെന്നും വിളിക്കാം. അല്ല ഫോക്സിനെയും നമുക്കതുപോലെ ഫോക്സിൻ്റെ യങ് വൺസിനെയും നമുക്കെന്ന് വിളിക്കാം? കബെന്നും പപ്പെന്നും വിളിക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ക്ലാസ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ക്ലാസ് യങ് വൺസിൻ്റെ അനിമൽസ് ആൻഡ് യങ് വൺസ് എന്ന് പറഞ്ഞ ഈ പാർട്ടിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഷോർട്ട് ട്രിക്കിൽ ബാക്കിയുള്ള മൃഗങ്ങളുടെയും അതിൻ്റെ യങ് വൺസ് കൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പം ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാട്ടുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.